നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഫാർമസിസ്റ്റിന്റെ ഒരു സിലബസിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. സോ നമുക്കറിയാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 17th, അതായത് August 17th ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. നെക്സ്റ്റ് മന്ത്, അതായത് September 19th വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. സോ നമുക്കറിയാം 100 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ 70 മാർക്കാണ് നമ്മുടെ പ്രൊഫഷണൽ സബ്ജക്ട്സിൽ നിന്ന് ചോദിക്കുന്നത്. ബാക്കി 30 ചോദ്യങ്ങൾ നമുക്ക് 10-10 3 ഏരിയാസിൽ നിന്നാണ് ചോദ്യം ചോദിക്കുക. ഒന്ന് ജനറൽ അവയർനെസ്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ജനറൽ അരിത്മെറ്റിക് ഏരിയാസിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ജനറൽ സയൻസ് ഏരിയയിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മുടെ കേരള PSC പോലല്ല, 70 ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ പ്രൊഫഷണൽ സബ്ജക്ട്സിൽ നിന്ന് ഉണ്ടാവത്തുള്ളൂ. ബാക്കി 30 ചോദ്യങ്ങളെ 3ആയിട്ട് തരംതിരിച്ച് ജനറൽ അവയർനെസ്സിൽ നിന്നും, ജനറൽ അരിത്മെറ്റിക് ഏരിയയിൽ നിന്നും, ജനറൽ സയൻസിൽ നിന്നും ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ കേരള PSCയുടെ പാറ്റേൺ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ, അതായത് ഒരു ശരി ഉത്തരത്തിനും 1 മാർക്ക് തന്നെയാണ്. പിന്നെ നെഗറ്റീവ് മാർക്കും 1/3 തന്നെയാണ്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരുന്നത് 17 മാർക്ക് മാത്രമേ നമ്മുടെ പ്രൊഫഷണൽ സബ്ജക്ട്സിൽ നിന്ന് ഉണ്ടാവത്തുള്ളൂ. പിന്നെ കേരള PSCയുടെ ഗ്രേഡ് 2 ഫാർമസിസ്റ്റിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മുടെ സിലബസിലും വ്യത്യാസമുണ്ട്. അതായത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം കേരള PSCയുടെ ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൈക്രോബയോളജി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്നീ സബ്ജക്ട്സുകളൊന്നും ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ഗ്രേഡ് ഫാർമസിസ്റ്റിന്റെ എക്സാമിൽ ഈ പറഞ്ഞ സബ്ജക്ട്സുകളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഏതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നമ്മളിപ്പം ഫാർമസിസ്റ്റിന്റെ ഗ്രേഡ് 2 ഫാർമസിസ്റ്റിനൊക്കെ കേരള PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അഡീഷണൽ ആയിട്ട് ഏതൊക്കെ സബ്ജക്ട്സ് ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യുമ്പം പഠിക്കണം എന്നുള്ളതും, അതിലെ തന്നെ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ ഡെപ്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിൽ നിന്നും കുറച്ചും കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ തന്നെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം. അവിടെ നിന്നൊക്കെയാണ് ഇപ്പൊ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2019 2015 റെയിൽവേ കണ്ടക്ട് ചെയ്ത ഫാർമസിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന ഏരിയാസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതും അവിടെയൊക്കെ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ കുറച്ചും കൂടി നമ്മൾ ടൈം എടുത്ത് പഠിക്കേണ്ടതെന്നുള്ള ഏരിയാസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു. 70 മാർക്കായിരിക്കും നമ്മുടെ പ്രൊഫഷണൽ സബ്ജക്ട്സിൽ നിന്ന് ചോദിക്കുക. ബാക്കി 30 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ ജനറൽ അവയർനെസ്സിൽ നിന്നും, ജനറൽ അരിത്മെറ്റിക് ഏരിയാസിൽ നിന്നും, ജനറൽ സയൻസ് ഏരിയാസിൽ നിന്നും ആയിരിക്കും വരിക. ഇനി ഈ ജനറൽ അവയർനെസ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ജനറൽ അവയർനെസ്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ തന്നെ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സിലോജിസ്റ്റിക് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ വിഷ്വൽ മെമ്മറി ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ അനലോജീസ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഈ ജനറൽ അവയർനെസ് എന്നുള്ള പോർഷനിൽ നിന്നും കൂടുതൽ, ബാക്കി ചോദിക്കില്ല എന്നല്ല, പക്ഷെ കൂടുതൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ അനലോജീസ് എന്നുള്ള ഏരിയാസ്, സിലോജിസ്റ്റിക് റീസൺസ് എന്നുള്ള ഏരിയാസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതേപോലെ തന്നെ വിഷ്വൽ മെമ്മറി, ഡിസിഷൻ മേക്കിംഗ് ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് ജനറൽ അവയർനെസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നും. ഇനി അതേപോലെ തന്നെ അടുത്ത 10 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞത് അരിത്മെറ്റിക് ഏരിയാസിലാന്ന് പറഞ്ഞത് നമ്മുടെ 10th ലെവൽ മാത്സ് ആണ് ചോദിക്കുന്നത്. സോ അതിൽ തന്നെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഏരിയാസ്, അതേപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള പോർഷൻ എന്നുള്ള പ്രോബ്ലംസ്, പിന്നെ പ്രോബ്ലംസ് ഓൺ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്, അതേപോലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏരിയാസ്, പിന്നെ ടൈം ആൻഡ് വർക്ക് പാർട്ട്ണർഷിപ്പ് ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആ ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, കൂടാതെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, പിന്നെ സിമ്പിൾ ഇക്വേഷൻസ്. ഇത്രയും ഏരിയാസ് ആണ് അരിത്തമെറ്റിക് ഏരിയാസിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത്രയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈംസ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും, ഏരിയാസിൽ നിന്നും, അതേപോലെ LCM HCF പോർഷൻസ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്.
അതേപോലെ ടൈം ആൻഡ് വർക്ക് പാർട്ട്ണർഷിപ്പ് ക്വസ്റ്റ്യൻസും കൂടാതെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസും ബോർഡ്സ് ആൻഡ് സ്ട്രീംസ് ഒക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏരിയാസ്. സോ ആ 10 മാർക്ക് ജനറൽ അരിത്തമെറ്റിക് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 10 മാർക്ക് എന്ന് പറയുന്നത് ഇവിടുന്നൊക്കെയാണ്. അടുത്തത് ജനറൽ സയൻസ്, കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്. 10 മാർക്കിന് ചോദ്യമുള്ളെങ്കിലും പക്ഷേ ഈ ജനറൽ അവയർനെസ് ഏരിയ നമുക്ക് കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. കാരണം ജോഗ്രഫിന്ന്, ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ പാർലമെന്റ് ഏരിയ, കാരണം ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഇപ്പം നമ്മുടെ 2019 നടന്ന എക്സാമില് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ നിന്നുള്ളത്, രാജ്യസഭ എന്ന് പറയുന്നതിന് രാജ്യസഭ എന്തെന്ന് വിളിക്കുന്നുള്ളത്, മറ്റു പേരെന്താന്നുള്ളത്. അപ്പം ആ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാംസ് ചോദിക്കുകയാണെങ്കിൽ ചേതൻ ഭഗത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ബുക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻവെൻഷൻസ് ഇൻ ദ വേൾഡ്, ലാസ്റ്റ് നടന്ന എക്സാമിലെ മ്യൂട്ടേഷൻ തിയറി ആരുടെ സംഭാവനയാണ്, അങ്ങനത്തെ ഉള്ള അപ്പൊ ഇൻവെൻഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് ഡേറ്റ്സ് ഓർത്തിരിക്കുക. പിന്നെ ചില കപ്പും അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്പോർട്സ് ഏതാണ്, അപ്പൊ സ്പോർട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ എന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ സുവോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഫിസിക്സ്, ബോട്ടണി, ഈ ഏരിയാസിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അതാണ് ഈ ജനറൽ, നമ്മൾ പറഞ്ഞ ഈ ജനറൽ സയൻസ് ഏരിയ 10 മാർക്ക് ക്വസ്റ്റ്യൻസേ ഉള്ളെങ്കിലും പക്ഷെ കുറച്ചും കൂടി വാസ്റ്റ് ആണ്. മറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ജനറൽ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പോലല്ല, ജനറൽ സയൻസ് എന്നുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നാണ് ചോദിക്കുക. കാരണം വെച്ചാൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും പാർലമെന്റ് ഏരിയാസിൽ നിന്നും എക്കണോമിയിൽ നിന്നും ഫേമസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് അതേപോലെ തന്നെ ഇൻവെൻഷൻസ് ഏരിയാസിൽ നിന്നൊക്കെ വാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം അത് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ആ ഒരു 10 മാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ളവർക്ക് പ്രശ്നം വരത്തില്ല. സോ ഈ ഒരു 30 മാർക്ക് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ജനറൽ അവയർനെസ്സിനും ജനറൽ അരിത്തമെറ്റിക്കിനും അതോടൊപ്പം തന്നെ ജനറൽ സയൻസ്, അങ്ങനെയാണ് 30 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മുടെ പ്രൊഫഷണൽ സബ്ജക്ട്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കാം. അതിൽ ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി, ഈ ഒരു ഏരിയ നമ്മുടെ കേരള PSCയുടെ ഗ്രേഡ് 2 സിലബസിന്റെ ഇതിലില്ലാത്തതാണ്. ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി ഇൻക്ലൂഡഡ് അല്ല ഫാർമസിസ്റ്റ് എക്സാം സിലബസിൽ. അതോടൊപ്പം തന്നെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. അപ്പൊ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ റെയിൽവേ ഫാർമസിസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ സബ്ജക്ട്സ് ഒക്കെ അപ്പൊ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതാണ്. ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി, ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി നമുക്ക് ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന്റെ കേരള PSCയിലും ഉള്ള സബ്ജക്ട് തന്നെയാണ്. ഫാർമക്കോഗ്നോസി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി ഉള്ള സബ്ജക്റ്റ് തന്നെയാണ്. ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം നമ്മുടെ കേരള PSCയുടെ ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന്റെ സിലബസിൽ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഇല്ല. അപ്പം അത് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ ഫാർമസ്യൂട്ടിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന്റെ കേരള PSCയിൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് എക്സ്ട്രാ ആണ്. സോ ഈ ഏരിയയിൽ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി, ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി, ഇത്രയും സബ്ജക്ട്സ് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി, ഇതും ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ആണ്. ഇത് നമ്മുടെ RRBയുടെ ഫാർമസിസ്റ്റിന്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്, ബയോ കെമിസ്ട്രിയും ക്ലിനിക്കൽ പാത്തോളജി. അതുകൂടാതെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏരിയ അധികം നമുക്ക് ഇല്ലാത്തതാണ്, പക്ഷെ അതും ഈ നമ്മുടെ RRB ഫാർമസിസ്റ്റിന്റെ സിലബസിൽ ഉണ്ട്. പിന്നെ ബയോ ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോ കൈനറ്റിക്സ്, ഈ സബ്ജക്റ്റും RRB ഫാർമസിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ടോപ്പിക്കാണ്. കൂടാതെ ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ്, ഈ ഏരിയാസിൽ നിന്നും RRB ഫാർമസിസ്റ്റിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എക്സ്ട്രാ വരുന്ന ഏരിയാസ് ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി, ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി, ഇവിടെ ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി, ഈ ഏരിയാസിലാണെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏരിയ, പിന്നെ ബയോ ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോ കൈനറ്റിക്സ്, ഇതൊക്കെ എക്സ്ട്രാ വരുന്ന സബ്ജക്ട്സ് ആണ് അപ്പാർട്ട് ഫ്രം കേരള PSCയുടെ ഗ്രേഡ് 2 ഫാർമസി സിലബസിൽ നിന്നും. സോ ആ ഏരിയ ഇപ്പൊ ഈ എക്സ്ട്രാ വരുന്ന
അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു ടോപ്പിക്കുകളും അതിനോട് അനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി കോസ്മെറ്റിക് സയൻസും നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റവും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ സിലബസിൽ. സോ നമുക്കിനി ഫാർമസ്യൂട്ടിക്സ് 1 എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നും അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡോസേജ് ഫോംസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എലിക്സേഴ്സ് എന്താണ്, ഡ്രോട്ട്സ് എന്താണ്, ലിഞ്ചസസ് എന്താണ്, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ഡോസേജ് ഫോംസ് പഠിക്കുമല്ലോ. അപ്പൊ അതിന്റെ എല്ലാം ഡെഫിനീഷൻ ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു ഫാർമകോപ്പിയാസ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണ്, പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമകോപ്പിയ, ഒരു ഇന്ത്യൻ ഫാർമകോപ്പിയ, ബ്രിട്ടീഷ് നാഷണൽ ഫോമുലറീസ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കും. അടുത്തത് മെട്രോളജി ആണ്. അടുത്തത് പാക്കേജിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ. അടുത്ത സൈസ് റിഡക്ഷൻ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം ബോൾ മില്ല്, ഹാമർ മില്ല്, അതേപോലെ തന്നെ കൊളോയിഡൽ മില്ല്, ഇതിന്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പൊ ലാസ്റ്റ് നടന്ന ഒരു എക്സാമിൽ ചോദിച്ചിരുന്ന ഹാമർ മില്ലിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്നുള്ളത്. സോ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൈസ് സെപ്പറേഷൻ, അതായത് സൈസ് സെപ്പറേഷൻ ടോപ്പിക്, സൈസ് റിഡക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സൈസ് സെപ്പറേഷൻ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മിക്സിംഗ് ആൻഡ് ഹോമോജനൈസേഷൻ, ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലതരത്തിലുള്ള മിക്സേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. സിഗ്മ ബ്ലേഡ് മിക്സേഴ്സ്, ഷിയർ മിക്സിംഗ് ടെക്നിക്സുകൾ, കൺവെക്റ്റീവ് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഏരിയാസിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൂടാതെ ക്ലാരിഫിക്കേഷൻ ആൻഡ് ഫിൽട്രേഷൻ, ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഡിസ്റ്റിലേഷൻ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സൈസ് റിഡക്ഷൻ, സൈസ് സെപ്പറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡ്രൈയിങ്, അതായത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയേഴ്സ്, ട്രേ ഡ്രയേഴ്സ്, കൺവെക്റ്റീവ് ഡ്രയേഴ്സ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രയേഴ്സും അതിന്റെ ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ കേരള PSCയിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്റ്റെറിലൈസേഷൻ. അത് ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റെറിലൈസേഷൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക്, ആപ്ലിക്കേഷൻസ്, അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഈ ഒരു ഏരിയാസിൽ കവർ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്യൂട്ടിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ടോപ്പിക്കുകളാണ് ഈ ടാബ്ലറ്റ്സും ക്യാപ്സ്യൂളും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് ഡിഫക്ട്സുകൾ ആ ഒരു ഏരിയാസിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്യാപ്സ്യൂൾസിൽ യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസ്, അതും ഏരിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റഡി ഓഫ് ഇമ്മ്യൂണോളജിക്കൽ പ്രൊഡക്ട്സ് ലൈക്ക് സെറ, വാക്സിൻസ്, ടോക്സോയിഡ്സ് ആൻഡ് ദർ പ്രിപ്പറേഷൻസ്. ഓരോ വാക്സിൻസിന്റെ പ്രിപ്പറേഷൻ എവിടുന്നാണ്? അത് ലൈവ് വാക്സിൻ ആണോ, അറ്റുനേറ്റഡ് വാക്സിൻ ആണോ, അതോ കിൽഡ് വാക്സിൻസ് ആണോ? പിന്നെ വാക്സിൻസ് സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ, വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില പാർശ്വഫലങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയസിൽ നിന്ന് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം സ്യൂട്ടിക്സ് ഏരിയയിൽ നിന്ന് ഇത്രയും ഭാഗങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ആസിഡ് ബേസ് ആൻഡ് ബഫേഴ്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഇത് കേരള PSC നടത്തുന്ന എക്സാമിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലെ ആസിഡ് ബേസ് ആൻഡ് ബഫേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൽ പലതരത്തിലുള്ള ആസിഡ്സ് നമ്മൾ പഠിക്കണം, ബേസുകളെ കുറിച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബഫേഴ്സ്, പ്രധാനപ്പെട്ട ബഫേഴ്സ്, ഒഫീഷ്യൽ ബഫേഴ്സ് ഉണ്ട്, അതും അറിഞ്ഞിരിക്കണം. പിന്നെ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഏരിയാസ്, അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡൻസുകൾ, അതായത് സോഡിയം ബൈസൾഫേറ്റ്, സോഡിയം മെറ്റാബൈസൾഫേറ്റ്, സോഡിയം തയോസൾഫേറ്റ്, ഇതേപോലത്തുള്ള ആന്റി ഓക്സിഡൻസ്, അതിന്റെ പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ്, യൂസ് എന്നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ഏരിയ ആസിഡ് ബേസ് ആൻഡ് ബഫേഴ്സ്, അതേപോലെ ആന്റി ഓക്സിഡൻസ് പോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഏജൻസ്. അതിൽ തന്നെ പല പല സബ് ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആസിഡിഫൈങ് ഏജൻസ്, അന്റാസിഡ്സിന്റെ ടോപ്പിക്ക്, അതേപോലെ സലൈൻ കറ്റാലിറ്റിക്സ്, പ്രൊട്ടക്റ്റീവ് ആൻഡ് അഡ്സോർബൻസ്, ഈ ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ഏരിയ ആണ് ടോപ്പിക്കൽ ഏജൻസ്. അതിൽ വരുന്നതാണ് പ്രൊട്ടക്റ്റീവ്സ്, പിന്നെ ആന്റി മൈക്രോബിയൽ ആൻഡ് ആസ്ട്രിഞ്ചൻസ്. അത് നമ്മൾ കേരള PSCയിലും ഈ ആസ്ട്രിഞ്ചൻസിന്റെ ഏരിയയിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എന്താണ് ആലം, അതിന്റെ കെമിക്കൽ ഫോമുല എന്താണ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ സൾഫർ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്, ഇപ്പൊ ഫ്ലവർ ഓഫ് സൾഫർ എന്നറിയപ്പെടുന്ന എന്താണ്? സബ്ലൈംഡ് സൾഫർ. അപ്പൊ സിനോണിംസുകളൊക്കെ ഈ ഒരു ഏരിയാസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യുക്ക് ലൈം എന്താണ്, സ്ലേക്കട്ട് ലൈം എന്താണ്? ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിന്ന് കൂടുതൽ കണ്ടുവരുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, സിനോണിം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
ഇനി ഡെന്റൽ പ്രൊഡക്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇൻഹലൻസ്, പിന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലൻസ്, പിന്നെ എക്സ്പെക്ടോറൻസ് ആൻഡ് എമറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലാസ്റ്റ് നടന്ന എക്സാമിൽ ടാർട്ടാർ എമറ്റിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്. അത് എമറ്റിക്സിന്റെ പോർഷനിൽ വരുന്നതാണ്. പിന്നെ ആന്റിഡോട്ട് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സൈനൈഡ് പോയിസണിംഗിൽ യൂസ് ചെയ്യുന്നത് സോഡിയം നൈട്രൈറ്റ്, എന്ത് ടൈപ്പ് ആന്റിഡോട്ട് ആണ്? ഫിസിയോളജിക്കലാണോ, കെമിക്കലാണോ, മെക്കാനിക്കലാണോ? അപ്പൊ ആ ഏരിയയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മേജർ ഇൻട്ര ആൻഡ് എക്സ്ട്രാ സെല്ലർ ഇലക്ട്രോലൈറ്റ്സ്, പ്രധാനമായിട്ട് നമ്മൾ റീപ്ലേസ്മെന്റ് തെറാപ്പീസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്സ് ഏതാണ്? ഫിസിയോളജിക്കൽ ആസിഡ് ബേസ് ബാലൻസ്, പിന്നെ നമ്മൾ ORS, അതായത് കോമ്പിനേഷൻ ഓഫ് ഓറൽ ഇലക്ട്രോലൈറ്റ് പൗഡേഴ്സ്, അതിൽ വരുന്ന കോമ്പോസിഷൻസ് ഒക്കെയാണ് ആ ഏരിയസിൽ കവർ ചെയ്യേണ്ടത്. ഇനി ഇൻഓർഗാനിക് ആയിട്ടുള്ള ചില ഒഫീഷ്യൽ കോമ്പൗണ്ട്സ് ഉണ്ട് അയണിന്റെ, അതുപോലെ അയഡിന്റെ, കാൽഷ്യം, ഫെറസ് സൾഫേറ്റ് എന്നീ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കോൺട്രാസ്റ്റ് മീഡിയ, ഇപ്പൊ നമ്മൾ ബേരിയം സൾഫേറ്റ് ഒരു കോൺട്രാസ്റ്റ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ GIT എക്സാമിനേഷൻ. അപ്പൊ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ്, പിന്നെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ കാറ്റോൺസ് ആൻഡ് ആനിയോൺസ് ആസ് പെർ IP. ഇതൊക്കെയാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ സിലബസിൽ വരുന്ന ഏരിയാസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും. അടുത്ത തേർഡ് സബ്ജക്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കോഗ്നോസി, ഫാർമക്കോഗ്നോസി. ഫാർമക്കോഗ്നോസിയുടെ ഡെഫിനീഷൻ, അതോടൊപ്പം തന്നെ ഹിസ്റ്ററി, സ്കോപ്പ്, അതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻ കോഗ്നോസിൽ വരുന്നത്, ഫാർമക്കോഗ്നോസിൽ വരുന്നത്. അപ്പൊ ആ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അഡൾട്രേഷന്റെ ടോപ്പിക്, അതിന്റെ ഡ്രഗിന്റെ ഇവാലുവേഷൻ, അതോടൊപ്പം തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ പ്രധാനപ്പെട്ട ആൽക്കലോയിഡ്സ്, ടെർപ്പിനോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, വോളറ്റൈൽ ഓയിൽസ്, ടാനിൻസ്, റെസിൻസ് എന്നീ ഏരിയാസിൽ നിന്നുള്ള തെറാപ്യൂട്ടിക് എഫക്റ്റും അതിന്റെ ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷനും. ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് നടന്ന എക്സാമിൽ ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് എന്തിനുള്ളതാണ് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ആന്ത്രക്കിനോൺ ഗ്ലൈക്കോസൈഡ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. സോ ആൽക്കലോയിഡ്സിന്റെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, ഓർഗാനോലെപ്റ്റിക് ഇവാലുവേഷൻ, കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻക്ലൂഡിംഗ് ടെസ്റ്റ് വെറെവർ ആപ്ലിക്കബിൾ. അതായത് ഇപ്പൊ ടെസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞു, മോഡിഫൈഡ് ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിഥാനോലൈറ്റ്സ് എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അശ്വഗന്ധയുടെയാണ്. അപ്പം കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് എന്നുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഏരിയ ആണ് ലാക്സേറ്റീവ്. അതിൽ ലാക്സേറ്റീവ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ക്രൂഡ് ഡ്രഗുകളാണ് അലോ, റുബാർബ്, സെന്ന, കാസ്ട്രോയിലൊക്കെ. അപ്പൊ ആ ഏരിയസിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ കാർഡിയോടോണിക്സ് ആയിട്ടുള്ള ഡ്രഗുകൾ, ഡിജിറ്റാലിസ്, അർജുന ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാർമിനേറ്റീവ്സ് ആൻഡ് GI റെഗുലേറ്റേഴ്സിൽ വരുന്ന ഡ്രഗ്സ്, അതായത് ഫെനൽ, അജോവാൻ, കാർഡമം, ജിഞ്ചർ, ബ്ലാക്ക് പെപ്പർ, അസഫോയിറ്റിഡ, സിന്നമൺ, ക്ലോവ്, ഈ ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് ഫാർമസ്യൂട്ടിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ആസ്ട്രിഞ്ചൻസ് പഠിക്കുന്നുണ്ട്. ഫാർമക്കോഗ്നോസിയിൽ വരുന്ന ആസ്ട്രിഞ്ചൻസിന്റെ എക്സാമ്പിളും അവയുടെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസും ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഏരിയ ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ നെർവസ് സിസ്റ്റം ആണ്. പിന്നെ ലാസ്റ്റ് ആന്റി ഹൈപ്പർടെൻസീവ് ഏരിയയിൽ വരുന്ന റവോൾസിയ. ആന്റി ടുസീവ്സ്, ബസാക, അതിന്റെ അഡൾട്രന്റ് അല്ലെങ്കിൽ അതിന്റെ സിനോണിം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആന്റി റുമാറ്റിക്സ് ഡ്രഗുകൾ, ആന്റി ട്യൂമർ ഡ്രഗുകൾ, മെയിൻ ഡ്രഗ് ആണല്ലോ വിൻക. പിന്നെ ആന്റി ലെപ്രോട്ടിക് ഡ്രഗ് ആയ ചോൾമോഗ്ര ഓയിലിന്റെ യൂസുകൾ, ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉള്ള ടെറോകാർപ്പസ്, ജിംനമ, ഇതിന്റെയൊക്കെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, ബയോളജിക്കൽ സോഴ്സ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡയൂറിറ്റിക്സ് ഏരിയയിൽ നിന്ന് ഗോക്രു, പുനർനാവ ഡ്രഗുകളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതും സിലബസിലുള്ളതും. ആന്റി ഡിസെൻട്രിക് ഏരിയസിൽ നിന്നും ഇപ്പിക്വാന, ആൻഡ് ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസൻഫെക്ടൻസ് ഏരിയസിൽ വരുന്നതാണ് നീം, മിർ, ബെൻസോയിൻ പോലുള്ളവ. ഫാർമക്കോഗ്നോസി കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ആന്റി മലേറിയൽസ് വരുന്നുണ്ട്. ഓക്സിറ്റോക്സിക് പ്രോപ്പർട്ടി ഉള്ള ഇർഗോട്ടിനെ കുറിച്ച് പഠിക്കണം. വൈറ്റമിൻസ്, ഷാർക്ക് ലിവർ ഓയിൽ, ആംല, ഇന്ത്യൻ ഗൂസ്ബെറി എന്നറിയപ്പെടുന്ന ആംല. പിന്നെ എൻസൈംസിന്റെ ഏരിയയിൽ നിന്നും ഡയസ്റ്റേറ്റ്സ്, ഈസ്റ്റ് പോലുള്ളവ പഠിക്കണം. പെർഫ്യൂംസ് ആൻഡ് ഫ്ലേവറിംഗ് ഏജൻസിൽ നിന്നും പെപ്പർമിന്റ് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹണി, അരാച്ചിസ് ഓയിൽ, ബീസ് വാക്സ്, അക്കേഷ്യ, ട്രഗാകന്ത്, ജലാറ്റിൻ എന്നിവയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള ഡ്രഗ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ശംഖുപുഷ്പം, അതുപോലെ പൈറിത്രം, ടുബാക്കോ പോലുള്ളതും സിലബസിലുണ്ട്. പിന്നെ അനാട്ടമിക്കൽ സ്റ്റഡീസ് ഓഫ് സെന്ന, ഡട്ടൂര, സിന്നമൺ, സിങ്കോണ, കൊറിയാണ്ടർ, ഫെനൽ, ക്ലോവ്, ജിഞ്ചർ, നക്സ്വോമിക്ക, ഇപ്പിക്വാൻ, ഇതിന്റെയൊക്കെ ക്രോസ് അനാട്ടമിക്, അതായത് മൈക്രോസ്കോപ്പിക്കൽ സ്റ്റഡീസ്, മാക്രോസ്കോപ്പിയും മൈക്രോസ്കോപ്പിക്കൽ സ്റ്റഡീസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫൈബേഴ്സ് ഉണ്ടല്ലോ, അതായത് കോട്ടൺ,
സിൽക്ക്, വൂള്, റീജനറേറ്റഡ് സെല്ലോസ് എന്നറിയപ്പെടുന്ന ഡ്രഗുകൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫാർമക്കോഗ്നോസിയിൽ വരുന്നതാണ്. ഫാർമക്കോഗ്നോസി കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. ആൽക്കലോയിഡ്സും ടാനിൻസും റെസിൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വാസ്റ്റ് സിലബസ് ആണ്. അടുത്ത നമ്മൾ കേരള PSC ഇല്ലാത്തൊരു ഏരിയ ആണ് ഈ ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി. പക്ഷെ അത് ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ടോപ്പിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പം ബയോ കെമിസ്ട്രിയുടെ ഒരു ഇൻട്രഡക്ഷൻ പോർഷൻസ് ഉണ്ട്. അതിൽ പ്രോട്ടീൻസ് ആൻഡ് അമിനോ ആസിഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസുകൾ, ഇപ്പം നമ്മൾ കാഷ്യോർക്കർ, മരാസ്മസ് പോലുള്ള അസുഖങ്ങളൊക്കെ പഠിക്കത്തില്ലേ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് കാർബോഹൈഡ്രേറ്റും ക്ലാസിഫിക്കേഷനും ടെസ്റ്റും മാത്രം നോക്കി പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ലിപ്പിഡ്സിന്റെ റോള്, അവയുടെ ക്ലാസിഫിക്കേഷൻ, അതുമായിട്ട് അതിന്റെ മെറ്റാബോളിസം തകരാറിലാവുമ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഡിസീസുകൾ, ഇപ്പൊ ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ എന്ന് നമ്മൾ പഠിക്കുന്ന ഡ്രഗ് അസുഖങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് അവിടെ വരുന്നത്, ആ ഏരിയാസിൽ വരുന്നത്. പിന്നെ റോൾ ഓഫ് വൈറ്റമിൻസ്, അതേപോലെ തന്നെ എൻസൈംസ്, കോ എൻസൈംസ്, പിന്നെ മിനറൽസിന്റെ റോള്, പിന്നെ നോർമൽ ആൻഡ് അബ്നോർമൽ മെറ്റാബോളിസം ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്. ഇനി ഇത് ബയോ കെമിസ്ട്രി ഏരിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി പാത്തോളജി ഏരിയാസിൽ നമ്മൾ പ്രധാനമായിട്ടും ലിംഫോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ്, അവയുടെ റോള്, എർത്രോസൈറ്റ്, നമ്മുടെ നോർമൽ RBCയുടെ കൗണ്ട് എത്രയാണ്, മെന്നിലും വുമണിലും വ്യത്യാസം വരും, അതെത്രയാണ്, അവയുടെ ലൈഫ് സ്പാന്, പിന്നെ അവയുടെ കോമ്പോസിഷൻ, എണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പോളിസൈറ്റീമിയ എന്താണ്, അല്ലെങ്കിൽ ലൂക്കോപീനിയ എന്താണ്, ത്രോംബോസൈറ്റോപീനിയ എന്താണ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഡിസീസും അതും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഹ്യൂമൺ അനാട്ടമി ആൻഡ് ഫിസിയോളജി നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് കേരള PSC ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ഈ ഒരു ഏരിയയിൽ നിന്നും ഫാർമക്കോഗ്നോസി പോലെ തന്നെ കുറച്ച് വാസ്റ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് സെൽ, അതിന്റെ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ്, ഇപ്പൊ സെല്ലിലെ കുറെ കോമ്പോണൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, അപ്പൊ ആ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ സ്കെൽറ്റൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കെൽറ്റൻ, അത് നമ്മുടെ ബോഡിയിലെ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ നിന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിലെ ഒരു മേജർ ഏരിയ ആണ് ഈ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സ്കെൽറ്റൻ എന്ന് പറയുന്നത്. കാരണം നമ്പർ ഓഫ് ബോൺസ് ഓരോ ഏരിയയിലും ചോദിക്കാം. ആക്സിയൽ സ്കെൽറ്റനിൽ എത്ര, അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ എത്ര, ഫേഷ്യൽ ബോൺസുകൾ എത്രയാണ്, തിന്നസ്റ്റ് ബോൺ ഏതാണ്, ഹാർഡസ്റ്റ് ബോൺ ഏതാണ്, അപ്പൊ ആ ഒരു ഏരിയ കുറച്ച് വാസ്റ്റ് ആണ്, ഇമ്പോർട്ടന്റുമാണ്. പിന്നെ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ഫങ്ഷൻസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. RBCയുടെ ഫംഗ്ഷൻ എന്താണ്, പിന്നെ ബ്ലഡ് ക്യാരിങ്, ന്യൂട്രിയൻസ് കപ്പാസിറ്റി, അതൊക്കെയാണ് അവയുടെ ഫംഗ്ഷൻ. WBC ആവുമ്പം ഇൻഫെക്ഷൻ എതിരെ പ്രവർത്തിക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു. സോ ബ്ലഡും അതിന്റെ കോമ്പോസിഷനും അതിന്റെ ഫങ്ഷൻസും അത് അനാട്ടമിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതോടൊപ്പം തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, അതായത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡബിൾ സർക്കുലേഷൻ, പൾമണറി ആർട്ടറിയും പൾമണറി വെയിന്റെയും വ്യത്യാസം, അവയുടെ ഫങ്ഷൻ എന്താണെന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, അതിൽ നമുക്ക് ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. ടൈഡൽ വോളിയം എന്താണ്, വൈറ്റൽ കപ്പാസിറ്റി എന്താണ്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്, അപ്പൊ ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ യൂറിനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പാർട്സ്, കിഡ്നി, യൂറിനറി ബ്ലാഡർ, യൂറീത്ര, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഫങ്ഷൻസ്, അവയുടെ സ്ട്രക്ചർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മസിലിന്റെ ഫിസിയോളജി ഓഫ് മസിൽ കൺട്രാക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിന്, അതിന്റെ പാർട്സ്, ഫങ്ഷൻ, പിന്നെ റിഫ്ലെക്സ് മെക്കാനിസം, അതും ഒരു കവർ ചെയ്ത് പോകേണ്ട ഏരിയ തന്നെയാണ്. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് ടേസ്റ്റും സ്മെല്ലും ഇയറും ഐ, സ്കിന്ന്, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട നമ്മുടെ 5 സെൻസ് ഓർഗൻസും അവയുടെ ഫിസിയോളജി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫങ്ഷൻസും ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം സിലബസിലുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് ഹോർമോൺസ്, ഈ ഒരു ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിനകത്ത് കാൽസിറ്റോണിൻ ഏത് ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അത് ഹോർമോൺ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്ന എവിടെ നിന്നാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നാണ്. സോ എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് റിലേറ്റഡ് ഹോർമോൺസ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ മെക്കാനിസം കൂടുതലായിട്ട് എങ്ങനെയാണ്, ഓവുലേഷനെ സപ്രസ് ചെയ്തിട്ടാണോ, അതോ നമ്മുടെ എൻഡോമെട്രിയത്തിനെ എന്തെങ്കിലും എഫക്ട് ചെയ്തിട്ടുള്ളതാണോ അതിന്റെ ആക്ഷൻ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ് ആസ് പെർ ദി സിലബസ്. അടുത്തൊരു ഏരിയ ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി.
അപ്പൊ ഇതിൽ കുറെ കൺസെപ്റ്റുകൾ, ഓരോരോ കൺസെപ്റ്റുകൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. ഹോളിസ്റ്റിക് കൺസെപ്റ്റ്, ബയോകെമിക്കൽ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കൺസെപ്റ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണ് ഈ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ന്യൂട്രീഷൻ എന്താണ്, ഹെൽത്ത് എന്താണ്, ഫാമിലി പ്ലാനിങ് ഏരിയാസ്, ഫസ്റ്റ് എയ്ഡ് ടോപ്പിക്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത്, പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോബയോളജി, പിന്നെ കുറച്ച് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസുകൾ, പിന്നെ അതിൽ തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻസ്, പിന്നെ ആർത്രോപ്രോഡ് ബോൺ ഇൻഫെക്ഷൻസ്, പിന്നെ സർഫസ് ഇൻഫെക്ഷൻസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇതിലൊക്കെ നമുക്ക് പഠിക്കേണ്ട ഡിസീസുകൾ ഏതൊക്കെയാന്ന് ഇവിടെ ഡിസ്കസ് പറയുന്നുണ്ട്. ചിക്കൻ ബോക്സ്, ഇൻഫ്ലുവൻസ, ഡിപ്തീരിയ, ട്യൂബർക്ലോസിസ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻഫെക്ഷൻസിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ് കണ്ടാമിനേറ്റഡ് ആകുന്ന വഴി നമുക്ക് കിട്ടുന്ന ഹെപ്പറ്റൈറ്റിസ്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആകുന്ന ഏത് ഹെപ്പറ്റൈറ്റിസ് ആണെന്നുള്ള ചോദ്യം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഏരിയ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ പ്ലേഗ്, മലേറിയ, ഫിലേറിയാസിസ്, അതേപോലെ തന്നെ ലെപ്രസി ഉണ്ടാക്കുന്ന ഏത് ബാക്ടീരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സിഫിലസ് ഉണ്ടാക്കുന്ന ഏത് മൈക്രോ ഓർഗാനിസം ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും സിലബസിലുണ്ട്. അതിന്റെ കോസിറ്റീവ് ഏജൻസ്, അവയുടെ പ്രിവെൻഷൻ, അതിൽ നമുക്ക് എടുക്കേണ്ട കെയർ ആൻഡ് കൺട്രോളും ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ സിലബസിൽ പറയുന്നത് ക്യാൻസർ, ഡയബറ്റിസ്, ബ്ലൈൻഡ്നെസ് ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. സോ ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഓർത്തിരിക്കേണ്ട ഏരിയാസ്, അല്ലെങ്കിൽ പഠിക്കേണ്ട, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് അവിടെയൊക്കെയാണ്. ഇനി ഫാർമസ്യൂട്ടിക്സ് 2 നമ്മുടെ പ്രിസ്ക്രിപ്ഷൻസ്, പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻകോമ്പാക്റ്റബിലിറ്റി, അതിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ, കെമിക്കൽ ഇൻകോമ്പാക്റ്റബിലിറ്റീസ്, പിന്നെ പോസോളജി, ഡോസേജ് ഫോമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പെൻസ്ഡ് മെഡിക്കേഷൻസിലെ പൗഡേഴ്സ്, അതുപോലെ ലിക്വിഡ് ഓറൽ ഡോസേജ് ഫോംസ്, പിന്നെ ഡോസേജ് ഫോം തന്നെ മോണോഫേസിക്, ബൈഫേസിക് ഒക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെയൊക്കെ കോമ്പോസിഷൻസ്, അങ്ങനത്തുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും എലിക്സേഴ്സ് എന്താണ്, അതേപോലെ തന്നെ ത്രോട്ട് പെയിൻസ് എന്താണ്, ലിനിമെന്റ്സ് എന്താണ്, ലോഷൻ എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം, ഏതാണ് ഫ്രിക്ഷനോട് കൂടി പുരട്ടേണ്ടത്, ഏതാണ് ഫ്രിക്ഷൻലെസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്, അപ്പൊ ആ ഒരു മെയിൻ പോയിന്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോംസിലെ സസ്പെൻഷൻസും ഇമൽഷൻസും ആണല്ലോ വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സസ്പെൻഷൻസ് നമുക്ക് ഫ്ലോക്കുലേറ്റഡ്, നോൺ ഫ്ലോക്കുലേറ്റഡ് ഉണ്ട്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസുകൾ. പിന്നെ ഇമൽഷൻസ് ആണെങ്കിൽ കുറെ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് വരുന്നുണ്ട്, ക്രീമിങ്, ക്രാക്കിങ് പോലുള്ള പ്രശ്നങ്ങൾ, ഫേസ് ഇൻവേർഷൻസ് ഒക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സെമി സോളിഡ് ഡോസേജ് ഫോമിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഓയിൽമെന്റുകളെ കുറിച്ച്, പേസ്റ്റ്, ജെല്ലീസ്, സപ്പോസിറ്ററീസ് ആൻഡ് പെസറീസ് എന്തൊക്കെയാണുള്ളത്. ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡെന്റൽ പ്രിപ്പറേഷൻസിൽ ഉപയോഗിക്കുന്ന അബ്രസീവ് ഏജന്റ് ഏതാണ്, ഡീസെൻസിറ്റൈസിങ് ഏജന്റ് ഏതാണെന്നുള്ള ടോപ്പിക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ കേരള PSC യിലും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള. പിന്നെ സ്റ്റെറൈൽ ഡോസേജ് ഫോംസിൽ നമുക്ക് 3 ഏരിയാസ് നോക്കണം. ഒന്ന് പാരന്റൽ ഡോസേജ് ഫോം, പിന്നെ സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങുകളുണ്ടല്ലോ, പൈറോജൻ ടെസ്റ്റുകളൊക്കെ, അതും പിന്നെ ഒഫ്താൽമിക് പ്രൊഡക്റ്റ്, ഐ ഡ്രോപ്സ്, അതേപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ്, അതുമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 2, അതായത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി, അത് നമുക്ക് കേരള PSC യുടെ സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്കാണ്. പക്ഷെ ഇതിൽ നമുക്കത് നല്ല പോലെ അതിന്റെ ഏരിയാസ് കുറെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്, സൾഫോണമൈഡ്സിന്റെ ടോപ്പിക്ക്, ആന്റി ലെപ്രോട്ടിക്, ആന്റി അമീബിക്, ആന്റി ഫംഗല്, ആന്റി മലേറിയല്, ഹിപ്നോട്ടിക്സ്, ജനറൽ അനസ്തെറ്റിക്സ്, ആന്റി ഡിപ്രസന്റ് ഡ്രഗ്. ഇത് ഓർഗാനിക് കെമിസ്ട്രി ഏരിയ ആണ്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. പിന്നെ കോളിനർജിക്, ആന്റി കോളിനർജിക് ഡ്രഗുകൾ, ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗുകൾ, കോയാഗുലൻസ്, ആന്റി കോയാഗുലൻസ്, ജനറൽ അനസ്തെറ്റിക്കോടൊപ്പം തന്നെ ലോക്കൽ അനസ്തെറ്റിക്സും ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്റമിൻ ആൻഡ് ആന്റി ഹിസ്റ്റമിൻ ഏജൻസ്, NSAID, നമ്മുടെ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിന്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അരയിൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ഏതാണ്, അസറ്റൈൽ അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആന്റി കൺവൾസൻസ് ഏജൻസ്, ആന്റി അരിത്തീമിക്, ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആൻഡ് ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സും, അതിന്റെയൊക്കെ ഓർഗാനിക് കെമിസ്ട്രി അറിഞ്ഞിരിക്കണം. അടുത്തൊരു വാസ്റ്റ് ഏരിയ ആണ് ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി. അതിപ്പോ ഇവൻ നമ്മുടെ കേരള PSC യുടെയും ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി സിലബസ് കുറച്ച് വാസ്റ്റ് സിലബസ് തന്നെയാണ്. സോ ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡ്രഗ്, പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിൽ തന്നെ ജനറൽ അനസ്തെറ്റിക്, NSAID, ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സ്, സൈക്കോ ഫാർമക്കോളജിക്കൽ ഏജൻസ് വരുന്നുണ്ട്.
ലോക്കൽ അനസ്തെറ്റിക്സും ഇൻക്ലൂഡഡ് ആണ്. ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം കൂടാതെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകൾ, പ്രത്യേകിച്ച് കോളിനർജിക്ക്, ആന്റി കോളിനർജിക്ക്, അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്, പിന്നെ ഗാംഗ്ലിയോൺ ബ്ലോക്കേഴ്സ്, പിന്നെ ന്യൂറോ മസ്കുലർ ബ്ലോക്കേഴ്സ്. പിന്നെ അടുത്ത കുറച്ച് മിസ്ലേനിയസ് ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. അത് മിഡ്രിയാറ്റിക് ഡ്രഗുകൾ ഏതാണ്, ഗ്ലൂക്കോമയിൽ യൂസ് ചെയ്യുന്ന PGF2 ആൽഫ അനലോഗ്സ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ റെസ്പിറേറ്ററി സിസ്റ്റം, അന്റാസിഡ്സ്, സിസ്റ്റമിക് നോൺ സിസ്റ്റമിക് ആയിട്ടുള്ള അന്റാസിഡ്സുകളുടെ എക്സാമ്പിൾ, പിന്നെ ഓരോ അന്റാസിഡ്സിന്റെ ഇപ്പൊ അലൂമിനിയം കണ്ടെയ്നിങ് കോമ്പൗണ്ടുകൾക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട് എന്താണ്, അതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയോ വാസ്കുലർ ഡക്ട്സ്, പിന്നെ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഫോമിംഗ് ഓർഗൻസുകൾ, പിന്നെ റീനൽ ഫംഗ്ഷനെ അഫക്ട് ചെയ്യുന്ന ഡ്രഗുകൾ, അതായത് ഡയൂറിറ്റിക്സും ആന്റി ഡയൂറിറ്റിക്സും. ഈ ഏരിയ വളരെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. കാരണം ഓരോ ഡയൂറിറ്റിക്സും എവിടൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്, അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അതിന്റെ സൈഡ് എഫക്ട്, തെറാപ്യൂട്ടിക് യൂസ്, കോൺട്രാ ഇൻഡിക്കേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഹോർമോൺ ആൻഡ് ഹോർമോൺ അന്റാഗോണിസ്റ്റ്, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകൾ, കീമോതെറാപ്പിയുടെ ഏരിയ, അതിൽ ആന്റി ഹെൽമിന്റിക് ഡ്രഗ്സ് വരുന്നുണ്ട്, ഈവൻ കീമോതെറാപ്പി ഓഫ് ക്യാൻസർ വരുന്നുണ്ട്, പിന്നെ ഡിസിൻഫെക്ടന്റ് ആൻഡ് ആന്റിസെപ്റ്റിക്സ്. അടുത്തൊരു ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മാസ്റ്റർ അക്കാഡമിയുടെ ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ടോപ്പിക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ ഷെഡ്യൂളിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഫാർമസി ആക്ട്, അതിലെ ചാപ്റ്റേഴ്സ്, ഇവൻ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിലെ ചാപ്റ്റേഴ്സ്, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ മാജിക് റെമഡി ഏതാണ്, ഷെഡ്യൂൾ ജയിൽ വരുന്ന ഡ്രഗുകൾ, അല്ലെങ്കിൽ മാജിക് റെമഡി ആക്ടിന്റെ മറ്റൊരു പേര്, നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് വന്ന വർഷം, റൂള് വന്ന വർഷം ഒക്കെ ഈ ഒരു ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ നമുക്ക് ഇപ്പം ഇത്രയും ഈ ഫാർമസി ആക്ട്, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, മാജിക് റെമഡി ആക്ട് ഒക്കെ നമ്മുടെ ഫാർമസിസ്റ്റ് സിലബസിലും കേരള PSCയുടെ ഫാർമസി സിലബസിൽ ഇൻക്ലൂഡ് ആണ്. അതേസമയം ഈ ഡ്രഗ് പ്രൈസ് കൺട്രോള്, പോയിസൺ ആക്ട്, മെഡിസിൻ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് അഥവാ എക്സൈസ് ഡ്യൂട്ടി ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഒന്നും നമ്മുടെ കേരള PSCയുടെ ഫാർമസി സിലബസിലില്ല. ജൂറിസ്പ്രുഡൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ഏരിയാസ് ഒന്നും നമുക്ക് ഇല്ല. അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് ഈ RRBയുടെ ഫാർമസിസ്റ്റ് എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവര് ഈ ഏരിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. അടുത്തത് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ്. ഇത് നമുക്ക് കേരള PSCയുടെ സിലബസിലുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഇതിലും പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടുള്ള ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഇൻവെന്ററി കൺട്രോള്, സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകള്, സെയിൽസ്മാൻഷിപ്പ്, ക്വാളിറ്റീസ് ഓഫ് സെയിൽസ്മാൻ. അതിപ്പം കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്, എന്തൊക്കെ സ്കില്ലുകൾ വേണം എന്നുള്ളത് സെയിൽസ്മാനെ വെച്ചിട്ട്. അത് പിന്നെ അഡ്വർടൈസിങ്, പലതരം അഡ്വർടൈസിങ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇന്റേണൽ എക്സ്റ്റേണൽ അഡ്വർടൈസിങ്, പിന്നെ വിൻഡോ ഡിസ്പ്ലേയുടെ സിഗ്നിഫിക്കൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതായത് സ്മോൾ മീഡിയം ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻസ്, ലോങ് ടേം ഫിനാൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബാങ്കിങ് നമ്മൾ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാഷ് ബുക്ക് എന്താണ്, ലെഡ്ജർ എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ബഡ്ജറ്റ് എന്താണ്, ഈ ഏരിയാസ് ഒക്കെ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ഏരിയ ആണ് ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി. അപ്പൊ ഇതില് ഡെഫിനീഷൻ ഓഫ് ഹോസ്പിറ്റൽ, പല ടൈപ്പ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്മോള്, മീഡിയം സൈസ്ഡ്, ലാർജ്, പിന്നെ ബെഡ് സൈസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിനെ. പിന്നെ അവിടെ നമുക്ക് കിട്ടുന്ന സേവനം അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷൻസ്, ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം, ലേ ഔട്ട് എങ്ങനെ ആയിരിക്കണം, അവിടെ ആവശ്യമായിട്ടുള്ള പേഴ്സണൽസും ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു കേരള PSCയിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. അതിൽ തന്നെ ഇൻപേഷ്യന്റ് സർവീസ് ആണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ തന്നെ 4 ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ്, ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം, ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം, പിന്നെ കോമ്പിനേഷൻ മെത്തേഡ്. അപ്പൊ അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ബെഡ് സൈഡ് ഫാർമസി എന്താണ്, സാറ്റലൈറ്റ് ഫാർമസി എന്താണ്, ഇതൊക്കെ എന്തിന്റെ കീഴിൽ വരുന്നതാണ്, സെൻട്രലൈസ്ഡ് ആണോ ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയാസ് ആണ് അതൊക്കെ. അടുത്ത ഈ മാനുഫാക്ചറിങ് ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയാസിൽ നിന്നും
നോൺ സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവയുടെ പേര്, അവയുടെ യൂസ്. ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാംസിലൊക്കെ ആർട്ടറി ഫോർസെപ്സ് എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ മറ്റൊരു പേര് എന്താന്നുള്ളതൊക്കെ. ഇനി ഒരു അടുത്ത ഏരിയ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ PTC, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണ്. പിന്നെ ഡ്രഗ് ഇൻഫോർമേഷൻ സർവീസ്, അതിൽ തന്നെ പ്രൈമറി സോഴ്സുകൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, സെക്കൻഡറി സോഴ്സ് ഏതൊക്കെയാണ്, ടെർഷറി സോഴ്സ് ഏതൊക്കെയാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്ന സർജിക്കൽ ഡ്രസ്സിങ്സുകൾ ഉണ്ടല്ലോ, കോട്ടൺ എന്താണ്, എന്താണ്, ബാൻഡേജ് എന്തൊക്കെയാണ്. പിന്നെ അത് കൂടാതുള്ള മറ്റു ചില ഹോസ്പിറ്റൽ സപ്ലൈസ്, IV സെറ്റ്, പിന്നെ റയൽസ് ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണ്, കത്തീറ്റേഴ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, സിറിഞ്ച് എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, അവയുടെയൊക്കെ യൂസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പാർട്ട് 2 ഉണ്ട് ഹോസ്പിറ്റൽ ഫാർമസിയിൽ. അതിൽ ഇമ്പോർട്ടന്റ് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചില ഡിസീസുകൾ, പ്രത്യേകിച്ച് ട്യൂബർക്ലോസിസ്, റുമറ്റഡ് ആർത്രൈറ്റിസ്, പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ്, എപ്പിലെപ്സി, പെപ്റ്റിക് അൾസർ, ഹൈപ്പർ ടെൻഷൻ. ഈ ഒരു രോഗം, ഈ പറഞ്ഞ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട അവയുടെ പാത്തോഫിസിയോളജി, അതായത് എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത്, അവയുടെ സിംറ്റം, നമ്മൾ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സുകൾ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഡ്രഗ് ഇന്ററാക്ഷൻ. ഈ ഡ്രഗ് ഇന്ററാക്ഷൻ പല ടൈപ്പ് ഉണ്ട്. ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ട്, ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ മെക്കാനിസം, പിന്നെ അതിൽ തന്നെ കുറച്ച് റെഫറൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയ, അതായത് അനാൽജസിക്സ്, NSAIDകളിൽ പ്രധാനപ്പെട്ട ചില ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഡയൂറിറ്റിക്സുകൾ ഏതൊക്കെ തമ്മിൽ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഡയൂറിറ്റിക്സും മറ്റേതെങ്കിലും മരുന്നുമായിട്ട് വരുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസ്, കാർഡിയോവാസ്കുലർ ഡ്രഗ്സ്, GIT ഏജൻസിൽ വരുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസിൽ വരുന്ന ഡ്രഗ് ഇന്ററാക്ഷൻസ്. ഞാൻ പറഞ്ഞല്ലോ ഡ്രഗ് ഇന്ററാക്ഷനിൽ വരുന്ന മറ്റൊരു ഏരിയ ആണ് ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷനും. ഇപ്പൊ ചീസ് കണ്ടെയ്നിങ് ഡ്രഗ്സും മാവോ ഇൻഹിബിറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറില്ല, അങ്ങനെയുള്ള ഡ്രഗ് ഫുഡ് ഇന്ററാക്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ADRs അഥവാ നമ്മുടെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് D എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓഗ്മെന്റഡ് റിയാക്ഷൻ, ഡിസാരി റിയാക്ഷൻസ് ഒക്കെ. അവയെ തമ്മിലുള്ള വ്യത്യാസം, ഏതാണ് പ്രഡിക്റ്റബിൾ, ഏതാണ് അൺപ്രഡിക്റ്റബിൾ, ഏതാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതുള്ളതൊക്കെ. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ചില ഡിസീസുകളുണ്ട്. പിന്നെ ടെറാട്ടോജനിക് ആയിട്ടുള്ള എഫക്റ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ ക്ലിനിക്കൽ ടോക്സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്. പിന്നെ ഈ ഒരു ഏരിയ, അത് നമ്മുടെ കേരള PSCയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. എന്താണ് ഈ ഡ്രഗ് ഡിപ്പെൻഡൻസ്, എന്താണ് അബ്യൂസ്, എന്താണ് അഡിക്റ്റീവ് ഡ്രഗ്സ്, അവയുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എങ്ങനെയൊക്കെയാണ്, ആ ഒരു ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ബയോ ഫാർമസ്യൂട്ടിക് ആൻഡ് ഫാർമക്കോകൈനറ്റിക്സ് എന്നൊരു ഏരിയ പറഞ്ഞു. അതിൽ നോക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ബയോ അവൈലബിലിറ്റി. നമ്മളിപ്പം പാരന്റൽ ഡ്രഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ബയോ അവൈലബിലിറ്റി 100% ആണെന്നല്ലേ പറയുന്നത്. സോ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പേഷ്യന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ ഡിസീസ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഈ ബയോ അവൈലബിലിറ്റിയെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയാണ് ഇതിൽ നമ്മളിപ്പോ സിലബസിലെ ഏറ്റവും നമ്മളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് തന്നത്. 100 മാർക്സിന് നമ്മൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കേണ്ടത്. 70 മാർക്സ് നമ്മുടെ പ്രൊഫഷണൽ നോളജിൽ നിന്നും ബാക്കി 30 മാർക്സ് നോൺ പ്രൊഫഷണൽ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഏതൊക്കെ എക്സ്ട്രാ ടോപ്പിക്കുകൾ നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇവൻ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതിനു വേണ്ടി ഈ ഒരു എക്സാമും കൂടെ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം, ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ നിങ്ങൾക്ക് ഒരു ഡെപ്ത് എടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള ഒരു 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 ഇതാണ് നമ്മളൊരു എക്സ്പ്ലനേഷൻ ആണ് തന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം എക്സ്ട്രാ കുറെ ഏരിയാസ് വരുന്നുണ്ട്. ഇപ്പം മൈക്രോബയോളജി ആയാലും ക്ലിനിക്കൽ പാത്തോളജി അല്ലെങ്കിൽ നമ്മുടെ പാത്തോഫിസിയോളജി ഏരിയ ഒക്കെ പുതുതായിട്ട് വരുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് കുറച്ച്, കാരണം എക്സ്ട്രാ വരുന്നത് കൊണ്ട്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് പഠിച്ചാലും നമുക്ക് ആ ഒരു ഏരിയ ഒക്കെ എക്സാമിന് വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സിലബസ് ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു.